ഡിസോർഡർ നടത്താൻ വരുന്ന ഒരു പദം ഉണ്ടായിട്ടുള്ളത്. അപ്പം അവിടെ ഒരു നമ്മൾ ഡെഫിനിഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. മാലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫേഴ്സ് ഫീലിംഗ് ഓഫ് അണീസ്, ഡിസ്കംഫോർട്ട് ഓർ ഡിസോർഡർ. നമുക്കൊരു ഡിസോർഡർ ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ നമുക്കൊരു ഡിസ്കംഫോർട്ട്, ഒരു അസൗകര്യം, ഒരു സുഖമില്ലായ്മ ഫീൽ ചെയ്യുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? മാലൈസ് എന്ന് വിളിക്കുന്നത്. അത് ചിലപ്പോൾ ഒരു അസുഖമാവാം, ചിലപ്പോൾ മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമാവാം, അല്ലെങ്കിൽ സാമൂഹികമായി നമ്മൾ അനുഭവിക്കുന്ന ഒരു സമൂഹത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് നമുക്ക് എന്താ പറയാം? മാലൈസ് എന്ന് പറയാം. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, ഈ നോട്ട് നിരോധനമൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. ആ സമയത്തൊക്കെ നമ്മൾ ആ ഒരു പ്രശ്നം കാരണം, ആ നോട്ട് നിരോധനം കാരണം നമുക്ക് ശരീരത്തിൽ രോഗം ഉണ്ടായിരുന്നില്ല, പക്ഷെ നമുക്ക് എൻ്റെ കമ്മ്യൂണിറ്റി എന്തായിരുന്നു, കുറെ ടെൻഷൻസ് അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് പ്രത്യേകിച്ച് ഇടത്തര കച്ചവടക്കാരൊക്കെ ആകെ ഇടങ്ങേറായത്, പ്രയാസപ്പെട്ടൊരു സമയമായിരുന്നു അത്. ഈ രീതിയിൽ രോഗമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മൾ പേഴ്സണലി അനുഭവിക്കുന്ന ഒരു ഇമോഷണൽ ആയിട്ടുള്ള അനീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സമൂഹത്തെ മൊത്തം ബാധിക്കുന്ന എക്കണോമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ പ്രോബ്ലംസ് ആയിക്കോട്ടെ, അതിനൊക്കെ നമുക്ക് മാലൈസ് എന്ന രീതിയിൽ പറയാൻ പറ്റും. അപ്പൊ നമ്മളിപ്പോ പഠിക്കുന്നത് ഒരു സോഷ്യൽ സെൻസിലായതുകൊണ്ട് തന്നെ നമ്മൾ ഈ സോഷ്യൽ മാലൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോഷ്യൽ പ്രോബ്ലംസിനാണ്, നമ്മുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളെയല്ല, മറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സമൂഹത്തെ, കമ്മ്യൂണിറ്റിയെ മൊത്തം ബാധിക്കുന്ന സോഷ്യൽ പ്രോബ്ലംസിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ സോഷ്യോ എക്കണോമിക് സെൻസിനെ വെച്ച് പരിശോധിക്കുമ്പോൾ മാലൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഏതായാലും നമ്മുടെ വിദ്യാഭ്യാസം എന്നുള്ള സാധനം, എഡ്യൂക്കേഷൻ എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, മനുഷ്യന്റെ ഓവറോൾ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യം അറിയിക്കുന്ന, ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. വിദ്യാഭ്യാസം വെറും എന്തിനപ്പുറം ഒരു ജോലി നേടിക്കുന്നതിനപ്പുറം, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു ജീവിതോപാധി ഉണ്ടാക്കി കൊടുക്കാതിനപ്പുറം, പൈസ സമ്പാദിക്കാനുള്ള മാർഗം കാണിച്ചു കൊടുക്കുക എന്നതിനപ്പുറം ഒരാളുടെ സാമൂഹികമായിട്ടുള്ള, മാനസികമായിട്ടുള്ള, അയാളുടെ ശാരീരികമായിട്ടുള്ള, ധാർമ്മികവും സാമ്പത്തികവുമായിട്ടുള്ള, അതുപോലെ ഭൗതികമായിട്ടുള്ള വളർച്ചയൊക്കെ ലക്ഷീകരിക്കുന്ന ഒന്നാണ് വിദ്യാഭ്യാസം എന്നുള്ളത്. അപ്പൊ ഒരു വിദ്യാഭ്യാസം ഒരാളുടെ പേഴ്സണാലിറ്റിയുടെ ടോട്ടൽ ഡെവലപ്മെന്റിനെയാണ് ലക്ഷ്യം വെക്കേണ്ടത്. അപ്പോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സോഷ്യൽ മാനേഴ്സുകൾ പരിഹരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ മാനേഴ്സുകൾ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അവിടെ എഡ്യൂക്കേഷൻ എന്നുള്ളത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ്. Such education is essential for developing responsible and ethical citizens. ഒരു ധാർമ്മികമായിട്ടുള്ള, ഉത്തരവാദിത്ത ബോധമുള്ള ഒരു തലമുറയെ ഉണ്ടാക്കിയെടുക്കാൻ എഡ്യൂക്കേഷൻ വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഹെഡിങ്ങിലേക്ക് കടക്കാം. ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇപ്പൊ കഴിഞ്ഞത്. അതിലെന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടോ? ഞാൻ പറയുന്നത് സ്പീഡ് കൂടുതലാണോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ്, മാലൈസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന മറ്റേ ഈ മാലൈസുകൾ, എന്തൊക്കെ പ്രശ്നങ്ങളാണ്, പ്രോബ്ലംസ് ആണ് നമ്മുടെ പൊതുവെ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഉള്ളത് എന്നാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് പറയുന്ന പോയിന്റ്, ഈ ലോകത്ത് മൊത്തം അനുഭവിക്കുന്ന പ്രശ്നമാണ് ഇല്ലേ. ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും സമ്പത്തിനോട്, അധികാരത്തിനോട്, അല്ലെങ്കിൽ സ്റ്റാറ്റസിനോട് ആർത്തിയുള്ള ആളുകളാണ്. അപ്പൊ ഇപ്പൊ പറയുന്നത് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കൂടുതൽ എന്തായിക്കൊണ്ടിരിക്കുന്നു, സമ്പത്തിനോട്, അധികാരത്തോടും സ്റ്റാറ്റസിനോടൊക്കെ ഒബ്സസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് പ്രിഫറൻസ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ഇതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഇന്ത്യൻ കൾച്ചർ നമുക്കറിയാം, മുനിമാരും മഹർഷിമാരും സൂഫി സന്യാസിമാരൊക്കെയുള്ള വലിയൊരു പാരമ്പര്യമുള്ള നാടാണ് നമ്മുടെ രാജ്യം എന്നുള്ളത്. അപ്പൊ അവരൊക്കെയും ഒരു എന്താ പറയാ, സ്വാർത്ഥതക്ക് ഉപരിയായിട്ട് നിസ്വാർത്ഥമായിട്ടുള്ള ഇല്ലെ, ബാക്കിയുള്ളവർക്ക് എപ്പോഴും ചെയ്യണമെന്നുള്ള പാഠങ്ങൾ പകർന്നു നൽകിയ ഒരു പാരമ്പര്യമുള്ള, ഒരു ഋഷി പാരമ്പര്യമുള്ള രാജ്യമാണ് നമ്മുടേത്. അല്ലെങ്കിൽ മഹർഷിമാരും സന്യാസിമാരും ഒക്കെ ജീവിച്ചു പോയ ഒരു നാടാണ് നമ്മുടെ നാട്. പക്ഷേ ആ ഒരു സ്പിരിച്വൽ ലെസൺസ് ഒക്കെയും ഇപ്പൊ എന്ത് മാത്രമാണ്, പുസ്തകങ്ങളിൽ മാത്രം ഒതുക്കി പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ മാനുഷികമായി കാണിക്കേണ്ട കുറെ മൂല്യങ്ങൾ അല്ലെങ്കിൽ കരുണകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഭൗതികമായ ലാഭത്തിന് വേണ്ടി ഇപ്പോ സാക്രിഫൈസ് ചെയ്യാൻ തുടങ്ങി. നമുക്കിപ്പോ ഏറ്റവും പരമമായ ലക്ഷ്യം സമ്പത്തും അധികാരവും ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കരുണയില്ലാത്ത സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. The declining social environment contributes significantly to rise mental health issues. ഇപ്പൊ പറഞ്ഞു, ഇപ്പൊ ആളുകളൊക്കെയും ഈ സ്പിരിച്വാലിറ്റിക്ക് തീരെ പ്രാധാന്യം കൊടുക്കാതെ സമ്പത്തിന് വേണ്ടിയിട്ട്, അധികാരത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടി എടുക്കാനുള്ള ഓട്ടപ്പാച്ചിലായത് കൊണ്ട് തന്നെ
നമ്മുടെ രാജ്യത്തെ ഓരോ വ്യക്തിയും അത് കാരണമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് അനുഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് നമ്മുടെ സമൂഹത്തിൽ മൊത്തത്തില് മനപ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് നിലനിൽക്കുന്നത്. നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ചില സോഷ്യൽ എക്കണോമിക് ഫാക്ടേഴ്സ്, നമ്മൾ ഇത്തരത്തിലുള്ള കുറെ ഘടകങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന പ്രോബ്ലംസിന് കാരണമാവുന്ന കുറെ ഫാക്ടേഴ്സ് നമുക്ക് കണ്ടെത്താൻ. ഏറ്റവും പ്രധാനമായ പോവേർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ്. നമ്മുടെ രാജ്യത്തെ അനുഭവിക്കുന്ന മാലേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, അല്ലെങ്കിൽ മാലേഴ്സ് ഉണ്ടാകാനുള്ള ഒരു പ്രയാസങ്ങൾ സൃഷ്ടിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന പട്ടിണിയും അതേപോലെ തൊഴിലില്ലായ്മയുമാണ്. നമുക്കറിയാം, നമ്മളെ ഈ ഇന്ത്യ സ്വതന്ത്രമായ ഉടനെ തന്നെ ബംഗാളിന്റെ ഒക്കെ ചരിത്രം പഠിക്കുമ്പോൾ ഒരുപാട് ആളുകൾ പട്ടിണി കാരണം മരിച്ചു പോയത് കാണാം. അതിനുശേഷം ഗ്രീൻ റെവല്യൂഷൻ വഴിയൊക്കെ നമ്മുടെ രാജ്യം എന്ത് ചെയ്തു, പട്ടിണി പാവങ്ങളെ കരകയറ്റാനൊക്കെ ഒരുപാട് വലിയ ശ്രമങ്ങൾ നടത്തി. ഹരിത നടന്നു, വിപ്ലവം നടന്നു. അങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ എംപവർമെന്റ്, ഈ 5 ഇയർ പ്ലാനിങ്ങിലൂടെ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും നമ്മുടെ രാജ്യം ഒരുപാട് മുന്നോട്ട് വന്നുവെങ്കിലും ഇപ്പോഴും രാജ്യത്ത് പട്ടിണി കിടക്കുന്ന ഒരുപാട് ആളുകൾ വാസ്തവം. അതേപോലെ തന്നെ തൊഴിലില്ലായ്മയും നമ്മുടെ രാജ്യത്ത് വളരെ രൂക്ഷമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, സാമൂഹികമായ ഈ പ്രയാസങ്ങൾ സൃഷ്ടിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ക്രൗഡഡ് ലിവിങ്, ഓവർ ക്രൗഡഡ് ലിവിങ് കണ്ടീഷൻസ് ആണ്. നമുക്കറിയാം, ചേരികൾ അല്ലെങ്കിൽ സ്ലംസ് എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ കോളനികൾ എന്ന് വിളിക്കുന്ന സ്ഥലത്തൊക്കെ ഒരു ചെറിയ സ്പേസിൽ 100 കണക്കിന് ആളുകൾ, അല്ലെങ്കിൽ ആ സ്പേസിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തത്ര ആളുകളാണ് എന്ത് ചെയ്യുന്നത്, ഒരുമിച്ച് ജീവിക്കുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ചേരി ആർക്കും അറിയോ? എവിടെയാണെന്നറിയോ? എനിവൺ? യെസ്, ധാരാവിയാണ്. അപ്പൊ മുംബൈയിലെ ധാരാവി നമ്മളിപ്പോ കേൾക്കുന്നതാണ്. ധാരാവി ഇടയിലൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ ഈ നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ലം എന്നുള്ളത്. അപ്പോ അവിടെ ഒരു ചെറിയ സ്ക്വയർ കിലോമീറ്ററിനുള്ളിൽ തന്നെ ആയിട്ട് 100 കണക്കിന് ആളുകളായിട്ടാണ് താമസിക്കുന്നത്. അപ്പൊ ഈ ഒരു ഓവർ ക്രൗഡഡ് ലിവിങ് കണ്ടീഷൻ എന്നുള്ളത് ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്തുണ്ട്. അതും എന്ത് ചെയ്യുന്നുണ്ട്, സാമൂഹികമായിട്ടുള്ള ഒരുപാട് മാലൈസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടാക്കിയെടുക്കാൻ കാരണമാകുന്നുണ്ട്. മറ്റൊരു കാരണം ജോബ് ഇൻസെക്യൂരിറ്റി ആൻഡ് ഇനീക്വാലിറ്റി. നമ്മുടെ രാജ്യത്ത് ഒരു തൊഴിൽ സുരക്ഷിതത്വമില്ല. നമുക്കറിയാം, എല്ലാവരും ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അതിൽ താഴെ ആൾക്കാരാണ്. അപ്പൊ ഇവർക്കും അവരുടെ ജോലികൾ എത്ര ചെയ്യാൻ പറ്റും, അത് ഗ്യാരണ്ടീഡ് അല്ലാത്തൊരു ജോബായിരിക്കും അവർ ജോലി ചെയ്യുന്നത്. അപ്പൊ അതേപോലെ തന്നെ ജോലി തന്നെ ഇനീക്വാലിറ്റി, നമുക്കറിയാം, ജെൻഡർ ഇനീക്വാലിറ്റി വളരെ ശക്തമായ രാജ്യമാണ് നമ്മുടെ രാജ്യം. ഒരേ പണിയെടുക്കുന്ന ആണും പെണ്ണും വേതനങ്ങൾ 2 രീതിയിലേക്കും നൽകപ്പെടുന്നുണ്ടാവുക. അപ്പൊ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബ്രോക്കൺ ഫാമിലീസ്, സ്ട്രെയിൻ റിലേഷൻഷിപ്സ്, മെയിൻ മേഡ് ഡിസാസ്റ്റേഴ്സ്, വാർ, സെൻട്രിക് വയലൻസ് അഗേൻസ്റ്റ് വുമൺ, ചിൽഡ്രൻ ആൻഡ് എൽഡർലി. ഇതൊക്കെ ഞാൻ ഓരോന്നിനും വിശദീകരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഈ പല രീതിയിലുള്ള ഫാക്ടേഴ്സ്, ഈ പറയപ്പെട്ട ഫാക്ടേഴ്സ് കാരണമാണ് ചെയ്യുന്നത് പ്രധാനമായിട്ടും നമ്മുടെ രാജ്യത്തുണ്ടാവുന്ന പ്രയാസങ്ങൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ severe poverty, neglect and family conflict puts many children into vulnerable situation. അതേപോലെ തന്നെ പാവപ്പെട്ട നമ്മുടെ ചെറിയ മക്കളെ പോലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇല്ലേ, കടുത്ത ദാരിദ്ര്യം അല്ലെങ്കിൽ പട്ടിണി, അല്ലെങ്കിൽ അവർ നോക്കാൻ ആളില്ലാത്ത നെഗ്ലക്ട്, അവഗണന, അതേപോലെ തന്നെ കുടുംബങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മക്കളെ കടുത്ത ഒരു വൾണറബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് എത്തിക്കുന്നു. ആരെന്തോ ചോദിക്കുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ നമ്മുടെ യുവാക്കൾ, നമ്മുടെ ചിൽഡ്രനെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഈ പറഞ്ഞത്. നമ്മുടെ യുവ എടുത്തു പോയിക്കഴിഞ്ഞാല് നമ്മുടെ യൂത്തിനെ, നമുക്കറിയാം, ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ രാജ്യത്തെ യുവാക്കളാണ്. പക്ഷെ അവിടെയും നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നമുക്ക് സോഷ്യൽ മാനേജുകൾ അവിടെ അഭിമുഖീകരിക്കുന്നുണ്ട്. ആൽക്കഹോളിസം, ഡ്രഗ് അബ്യൂസ്, ഇൽനെസ്, അതേപോലെ തന്നെ ഡെത്ത് ഓഫ് പാരന്റ്സ്, ഇതൊക്കെയും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു അവസ്ഥയെ, ഈ വൾണറബിൾ സ്റ്റേറ്റിനെ എന്ത് ചെയ്യുന്നു, കൂടുതൽ വഷളാക്കുന്നുണ്ട്. അപ്പൊ ഈ രീതിയിലുള്ള ഒരു നെഗ്ലക്ട് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കുട്ടികൾ, വളർന്നു വരുന്ന കുട്ടികൾക്ക് ഒരു സെൽഫ് വർത്ത്, സ്വയം ഒരു വില തോന്നാതിരിക്കാനും അവരുടെ സ്പിരിച്വൽ വെൽബീയിങ്ങിനെ ബാധിക്കുകയും അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, ക്രൈം പോലെയുള്ള, സബ്സ്റ്റൻസ് അബ്യൂസ് ലഹരി ഉപയോഗം പോലെയുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവരാൽ ചൂഷണം ചെയ്യപ്പെടാനുള്ള ഒരു പരിതസ്ഥിതിയിലേക്ക് ആ മക്കളെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രശ്നങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒപ്രഷൻസ് ആണ്, അടിച്ചമർത്തലുകളാണ്. നമ്മുടെ
സമൂഹത്തിലെ വൾണറബിൾ കമ്മ്യൂണിക്കേഷൻസ് ആയിട്ടുള്ള ചിൽഡ്രൻ, കുട്ടികള്, അതേപോലെ തന്നെ വുമൺ, സ്ത്രീകൾ, അതേപോലെ എൽഡർലി പീപ്പിൾ, ഇല്ലെ, വയസ്സായ ആളുകള്, അതേപോലെ തന്നെ പേഴ്സൺസ് വിത്ത് ഡിഫറെന്റ് എബിലിറ്റീസ്, മറ്റേ PWD സമൂഹം, ഇവരൊക്കെ ഈ വൾണറബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യസ്ത രീതിയിലുള്ള നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ അതും ഈ സോഷ്യൽ മാനേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പൊ നമുക്ക് പരിശോധിച്ച് നോക്കാം ഏതൊക്കെ രീതിയിലുള്ള സാമൂഹിക അടിച്ചമർത്തലുകളാണ് ഇവരൊക്കെ അനുഭവിക്കുന്നത്. ടോർച്ചർ, അതേപോലെ തന്നെ മ്യൂട്ടിലേഷൻ, അതേപോലെ തന്നെ അബ്യൂസ് ഡ്യൂ ടു സോഷ്യൽ റിലീജിയസ് ഒപ്രഷൻ, ഒരുപാട് പീഡനങ്ങൾ, നിശബ്ദമാക്കപ്പെടലുകൾ, അതുപോലെ തന്നെ എന്താ പറയാ അബ്യൂസുകൾ, ഇവരൊക്കെ അവർ അനുഭവിക്കുന്നുണ്ട്. അതിനൊക്കെ അപ്പുറം സെക്ഷൽ അബ്യൂസുകളും അതേപോലെ എക്സ്പ്ലോയിറ്റേഷനുകളും ചെയ്യുന്നുണ്ട്. ഒരു കുട്ടിയുടെ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ്, മാനസികമായ വളർച്ച, ഫിസിക്കൽ ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കും ചിലപ്പോൾ ഒരു കുട്ടിക്ക്, പക്ഷെ അയാളുടെ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റിനെ പോലും തകർത്ത് കളയുന്ന രീതിയിലുള്ള സെക്ഷൽ അബ്യൂസും എക്സ്പ്ലോയിറ്റേഷനും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് മാൽ ന്യൂട്രീഷൻ, അല്ലെ, പോഷകാഹാരക്കുറവ്, അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിലേക്കുള്ള ആക്സസ് ഇല്ലാതിരിക്കുക എന്നുള്ളത്. നമുക്കറിയാം നമ്മുടെ രാജ്യം എന്ത് ചെയ്യുന്നുണ്ട്, 14 വയസ്സ് വരെ ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ അനുശാസിക്കുന്നുണ്ട്. ഓരോ കുട്ടിക്കും, നമ്മുടെ വീട്ടിലുള്ള ഓരോ കുട്ടികൾക്കും നിർബന്ധമായ വിദ്യാഭ്യാസം കൊടുത്തിരിക്കണം. ഏതെങ്കിലും രക്ഷിതാവിന്റെ കുട്ടിയെ പഠിക്കാൻ പറഞ്ഞിരിക്കുന്നില്ല എങ്കിൽ ഇന്ത്യൻ നിയമപ്രകാരം കുറ്റകരമാണ്. അയാൾ എന്ത് ചെയ്യുക, ആ രക്ഷിതാവിനെ അല്ലെങ്കിൽ അത് ആരെയാണോ അവരുടെ ഗാർഡിയൻ ഉള്ളത് അവരെ അറസ്റ്റ് ചെയ്യപ്പെടാൻ മാത്രം ഒരു കുറ്റകരമാണ്. ഫണ്ടമെന്റൽ റൈറ്റ് ആണ് എന്ത്, എഡ്യൂക്കേഷണൽ റൈറ്റ് ടു എഡ്യൂക്കേഷണൽ സാധനം. അപ്പൊ ഈ രീതി എന്നാലും ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ രാജ്യത്ത് ഒരുപാട് കുട്ടികൾ ഇപ്പോഴും ബേസിക് എഡ്യൂക്കേഷനിലേക്ക്, പ്രാഥമിക വിദ്യാഭ്യാസത്തിന്, അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് ആക്സസ് ഇല്ലാതെ അല്ലെങ്കിൽ അതിലേക്ക് എത്തിപ്പെടാനാവാതെ ജീവിക്കുന്നുണ്ട്. അപ്പൊ അതും ഇവിടെ പ്രശ്നമാണ്. നമുക്കറിയാം, ഇപ്പൊ ഈ ഉത്തരേന്ത്യയിലൊക്കെ സഞ്ചരിക്കുന്ന ആളുകളാണ് എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അത്തരത്തില് കുറെ കുട്ടികളെ കാണാൻ പറ്റും. ചൂളകളിൽ പോയി ഉണ്ടാക്കുന്ന, ഓട് ഉണ്ടാക്കുന്ന ഓരോ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ, ഫാക്ടറികളിലൊക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ മക്കളൊക്കെ അവിടെ ജോലി ചെയ്യുന്നത് കാണാൻ പറ്റും. സ്കൂളിൽ പോവാതെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്ന കുട്ടികൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇൻഹ്യൂമൻ ലിവിംഗ് കണ്ടീഷൻസ് ഫോർ മാർജിനലൈസ്ഡ് ചിൽഡ്രൻ, ഇത്തരത്തിൽ അരികുവൽക്കരിക്കപ്പെട്ട കുട്ടികൾക്കൊക്കെ ഉള്ള മാനുഷികമല്ലാത്ത സാഹചര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ നിലനിന്ന് കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയും എന്താണ്, നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സോഷ്യൽ ഒപ്രഷനുകളാണ്, അല്ലെ, സാമൂഹികമായ അടിച്ചമർത്തലുകളാണ്. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ രാജ്യത്തുള്ള മാലൈസുകൾക്ക് അല്ലെങ്കിൽ അസ്ഥിരതകൾക്ക്, പ്രയാസങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഈ കോൺട്രാഡിക്ഷൻ ഇൻ ഐഡിയൽസ് ആൻഡ് പ്രാക്ടീസ് നോക്കാം. അപ്പൊ ഇന്ത്യയിൽ ഇത്രമാത്രം പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് ഇന്ത്യയിൽ ഇത് പഠിപ്പിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണോ ഇത്തരത്തിൽ പ്രശ്നങ്ങളുള്ളത്? അല്ല, എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഈ ഭീകരമായ രീതിയിൽ മറ്റുള്ള രാജ്യങ്ങളെക്കാൾ കൂടുതലായിട്ട് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇന്ത്യ അഭിമുഖീകരിക്കാൻ കാരണം എന്താണെന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, നമ്മുടെ രാജ്യം പരമ്പരാഗതമായി കൊണ്ടുവരുന്ന മൂല്യങ്ങളും പക്ഷെ അത് പ്രവർത്തി പദത്തിൽ കൊണ്ടുവരുന്നതും തമ്മിൽ നിന്നുണ്ട് കോൺട്രാഡിക്ഷൻസ് ഉള്ളത് കൊണ്ടാണ് ഈ രീതിയിലുള്ള പ്രശ്നം അനുഭവിക്കാൻ. നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ രാജ്യം എന്നുള്ളത് പൈതൃകവും സംസ്കാരമുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം. ഒരുപാട് മുനിമാരും മഹർഷിമാരും സൂഫി സന്യാസിമാരൊക്കെ എന്ത് ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല നല്ല മൂല്യങ്ങൾ പകർന്നു കൊടുത്തൊരു മണ്ണാണ് ഈ മണ്ണ്, അല്ലെ. വസുദൈവ കുടുംബകം എന്ന കോൺസെപ്റ്റ് അറിയാം. ഈ ലോകം മൊത്തം എന്താണ്, ഒരു കുടുംബം എന്നൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിയിൽ എന്നെ പഠിപ്പിക്കുന്നത്. പക്ഷെ അതൊരു റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ, നമ്മുടെ പ്രാക്ടിക്കൽ വശത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ ഇന്ത്യൻ സമൂഹം എന്നുള്ളത് കേസ് അടിസ്ഥാനത്തിൽ, മതത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഭൂപ്രദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയായി കാണാം, വിഭജിക്കപ്പെട്ടതായി കാണാം. അപ്പോ മനുഷ്യൻ സാധാരണ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് ചെയ്യുന്നത് മനുഷ്യന് അപ്പുറം അവരുടെ റിലീജിയസ് ആയിട്ടുള്ള മതപരമായിട്ടുള്ള സ്ട്രക്ചറുകൾക്കാണ് അവരെന്ത് ചെയ്യുന്നത്, പ്രാമുഖ്യം കൊടുക്കുന്നത് കാണാൻ പറ്റും. നിങ്ങളൊക്കെ പത്രം വായിക്കുന്ന ആളുകളാണെങ്കിൽ ഈ അടുത്തായിട്ട് നമ്മുടെ മനസ്സാക്ഷിയൊക്കെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ 2 കിരാതമായ സംഭവങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബംഗ്ലാദേശിൽ പാവപ്പെട്ട ഒരു ഹിന്ദു സഹോദരനെ ചില എക്സ്ട്രീം ഗ്രൂപ്പുകളെ, ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള എക്സ്ട്രീം ഗ്രൂപ്പുകൾ ചെയ്തിട്ടുണ്ട്, കൊന്നു പറഞ്ഞിട്ടുണ്ട്. അത് മതവുമായി ബന്ധമില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഇവർ എക്സ്ട്രീമിസ്റ്റുകളായ സമൂഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പാവപ്പെട്ട ഹിന്ദു സഹോദരനെ ജീവനോട് കത്തിച്ചു കളഞ്ഞു. ആ പ്രശ്നങ്ങളെ തുടർന്നിട്ട് ഇന്ത്യയിൽ ഇപ്പൊ നമ്മുടെ കേരളത്തില് പാലക്കാട് ജോലിക്കുന്ന ഒരു ബംഗ്ലാദേശിയെ മുസ്ലിമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട്
പാവപ്പെട്ട അതും ഒരു ഹിന്ദു സഹോദരനാണ്. അയാളെയും എന്ത് ചെയ്തു, ഒരു കുറച്ച് നിശ്ചിത പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മോബ് ലിഞ്ചിങ് നടത്തി കൊന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ജനങ്ങൾ ഇല്ലെ, നമുക്കറിയാം നമ്മുടെ മതങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിക്ക് വസുദൈവ കുടുംബകം എന്ന് പറയുന്ന മനോഹരമായ ഈ ലോകത്തെ ഒരേ കുടുംബമായി കാണുന്ന ഒരു മനോഹരമായ ദർശനമാണ് മുന്നോട്ട് എങ്കിലും അത് നമ്മുടെ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇന്ത്യൻ സമൂഹം മതത്തിന്റെ പേരില്, ജാതിയുടെ പേരില്, അല്ലെങ്കിൽ അവരുടെ ഭൂപ്രദേശത്തിന്റെ പേരിലൊക്കെ വിഭജിക്കപ്പെട്ടതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സാറേ ആ അനു പറഞ്ഞ ആള് മ്യൂട്ട് ചെയ്യാൻ പറയും. അനു പറഞ്ഞ ആരാണ്, മ്യൂട്ട് ചെയ്യാൻ പറയും, ഭയങ്കര സൗണ്ട് വരുന്നുണ്ട്. അനു ഒന്ന് അത് ഡൗട്ട് ഒന്ന് മ്യൂട്ട് ചെയ്യാവോ അനു? അപ്പൊ സോഷ്യൽ ഈ ജനങ്ങൾക്ക് വെൽഫെയറിനേക്കാൾ കൂടുതൽ അല്ലേ, നമുക്ക് നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്, കുത്തുമ്പോൾ നോക്കിക്കൂത്തി പറയുന്ന ആര്. അപ്പൊ ജനങ്ങൾക്ക് അവർക്ക് സേവ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളെ തെരഞ്ഞെടുക്കുന്നതിന് പകരം അവർക്ക് മറ്റു ചില പ്രയോറിറ്റീസ് ആണ് ഉള്ളത് കൊണ്ട് തന്നെ ഈ നമ്മുടെ സോഷ്യൽ ഡെവലപ്മെന്റ്, സാമൂഹികമായ വികസനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ന്യൂട്രീഷൻ, ജസ്റ്റിസ്, അതേപോലെ ഇൻഡിജിനസ് അവഗണിക്കപ്പെടുകയും അത് മതിയായ പരിഗണന കിട്ടാതെ ചെയ്യുന്നുണ്ട്. അനു ഒന്ന് ഓക്കെ, താങ്ക് യു. നമ്മളിപ്പോ പറഞ്ഞു ഓക്കെ, താങ്ക് യു. ഇപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, സാധാരണഗതിയിൽ ജനങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ വസുദൈവ കുടുംബങ്ങൾ മഹത്തരമായ ആശയങ്ങൾ നമ്മളുടെ ഫിലോസഫിയിൽ ഉണ്ട് എങ്കിലും ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് റിലീജിയൻ, അതിന്റെ പേരിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അപ്പൊ ഈ പ്രശ്നം മതത്തിന്റെ പ്രശ്നം കൊണ്ടാണോ ഈ ആളുകൾ പരസ്പരം കലഹിക്കുന്നത്? ഞാനിപ്പോ പറഞ്ഞ പോലെ ബംഗ്ലാദേശിലെ ആ പാവപ്പെട്ട സഹോദരൻ കൊല്ലപ്പെട്ടത് മതത്തിന്റെ പേരിലാണ്. പാലക്കാടുള്ള നമ്മുടെ സഹോദരൻ കൊല്ലപ്പെട്ടതും മതത്തിന്റെ പേരിൽ തന്നെയാണ് കൊല്ലപ്പെട്ടത്. അപ്പൊ ശരിക്കും മതങ്ങൾ അങ്ങനെ പറയുന്നുണ്ടോ? ഇല്ല. ട്രൂ റിലീജിയൻ എംഫസൈസ് ഹ്യൂമാനിറ്റി. കേൾക്കുന്നില്ലല്ലോ സാറേ, എന്റെ കുഴപ്പമാണോ? മ്യൂട്ട് ആയിട്ടുണ്ടോ? സോറി, അത് ചെറിയൊരു ഇൻകൺവീനിയൻസ് ഒന്നാണ്. ട്രൂ റിലീജിയൻ അപ്പൊ നമ്മൾ പറഞ്ഞു, ഇപ്പൊ ഈ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാ മതത്തിന്റെ പേരിലാണ് നടക്കുന്നത് എങ്കിലും യഥാർത്ഥ മതത്തിന് അല്ലെങ്കിൽ ആശയങ്ങൾക്ക് ബന്ധവുമില്ല എന്നാണ് സത്യം. കാരണം ട്രൂ റിലീജിയൻ എംഫസൈസസ് ഹ്യൂമാനിറ്റി, ഇക്വാലിറ്റി, കമ്പാഷൻ ആൻഡ് കെയർ. എല്ലാ മതങ്ങളും യഥാർത്ഥത്തിൽ പ്രചരിപ്പിക്കുന്നത്, ഊന്നിപ്പറയുന്നത് മനുഷ്യത്വവും സമത്വവും കാരുണ്യവും അതേപോലെ പരിഗണനയും ഒക്കെയാണ് ഓരോ മതങ്ങളും ഇത് പറയുന്നത്. അപ്പോ ഈ ഒരു മതത്തിന്റെ പേരിലുള്ള അക്രമങ്ങൾ, വയലൻസ് അല്ലെങ്കിൽ വെറുപ്പ്, അപരമത വിദ്വേഷം, ഇതൊക്കെ എന്താണ്? അത് ആ മതത്തിന്റെ പേരിൽ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ഫണ്ടമെന്റലിസ്റ്റുകളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പുരോഹിത വർഗങ്ങൾ ചേർത്തുണ്ടാക്കിയ സാധനങ്ങളാണ്. അത് സ്പിരിച്വാലിറ്റിയുമായിട്ടോ മതവുമായിട്ടോ യാതൊരു ബന്ധവുമില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ നമ്മളുണ്ടാക്കിയ ഏറ്റവും വലിയ ഉത്തരവാദിത്വം പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യണം? സ്പിരിച്വാലിറ്റിയും കമ്പാഷനും പഠിപ്പിച്ചു കൊടുക്കുക നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. ഒരു മതങ്ങളെ പഠിപ്പിക്കുമ്പോൾ ആ മതത്തിലെ ആചാരങ്ങളെയും പഠിപ്പിക്കുന്നതിനപ്പുറം ആ കുട്ടിയുടെ ഉള്ളിൽ കരുണയും അനുകമ്പയും അതേപോലെ ഒരു ആത്മീയതയൊക്കെ വെച്ചു കൊടുക്കുക എന്നുള്ളതൊക്കെ വളരെ അനിവാര്യമായ കാര്യമാണ്. കാരണം മതങ്ങളൊക്കെയും സ്നേഹമാണ് എന്ത് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലാതെ എന്തല്ല വിഭജനത്തെ അല്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അഹിംസയെ പോലെയുള്ള, അപരിഗ്രഹയെ പോലെയുള്ള ഒരുപാട് നല്ല നല്ല ആശയങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മതങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോ റിച്വൽസ് അതേപോലെ തന്നെ ബാക്കിയുള്ള പ്രാക്ടീസസുകൾ പഠിക്കുന്നതിന് പകരമായിട്ട് അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം, നമ്മുടെ കുട്ടികൾക്ക് കമ്പാഷനൊക്കെ പഠിപ്പിക്കാൻ കഴിയണം. നഷ്ടപ്പെടുമ്പോഴാണ്, അല്ലെങ്കിൽ സോഷ്യൽ ഇനീക്വാലിറ്റി ഉണ്ടാകുമ്പോഴാണ്, ഹിപ്പോക്രസിയും കൊറപ്ഷനും അതേപോലെ തന്നെ മാനസികമായ ബന്ധങ്ങളൊക്കെ അറ്റുപോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നമുക്കറിയാം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് വിദ്യാഭ്യാസം ഉള്ളത്. പക്ഷെ ഖേദകരം പറയട്ടെ, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും എന്തുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ, ബാലൻസ് അല്ലെങ്കിൽ അണീസ്നെസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് നമുക്ക് കാണപ്പെടാൻ പറ്റും. ശരിക്ക് നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വർത്ത് വയൽനെസ്, ഒരു മൂല്യം ഉണ്ടാക്കിയെടുക്കുന്നതാണ് എങ്കിൽ, പക്ഷെ നമ്മുടെ
വിദ്യാഭ്യാസം ഇപ്പോ അതിന് മാത്രം വളരുന്നില്ല, അല്ലെങ്കിൽ അതിന് സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിന് പല കാരണങ്ങളുണ്ട്. നമുക്ക് എന്താ അറിയാം, ഈ പ്രിവിലേജ്ഡ് ആയ കമ്മ്യൂണിറ്റിക്ക് മാത്രമാണ് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കിട്ടുന്നത് എന്ന് മാത്രമല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉള്ളവർ തന്നെ എന്ത് ചെയ്യുന്നു, പലപ്പോഴും സാമൂഹികമായിട്ടുള്ള അകലങ്ങൾ ഉണ്ടാക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം, ഇല്ലേ? എഡ്യൂക്കേഷൻ ഓപ്പൺ ഡീപ്പ് ആൻഡ് സോഷ്യൽ ഡിവൈഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് റെഡ്യൂസിംഗ്. ശരിക്കും വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജാതീയതയും അതേപോലെ തന്നെ സാമൂഹിക വിഭജനങ്ങളും തൂത്തെറിയുകയാണ് എന്നാണ് ഉദ്ദേശമെങ്കിലും, പക്ഷെ ഇപ്പൊ പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, വിദ്യാഭ്യാസം എന്ത് ചെയ്യുന്നുണ്ട്, ഈ സാമൂഹിക വിഭജനങ്ങളെ കൂടുതൽ ആഴത്തിലുള്ളതാക്കുകയും കൂടുതൽ ഗുരുതരമാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ഈക്വാലിറ്റി എന്നുള്ള മൂല്യമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതുവഴി നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് നമുക്ക് സാധിക്കാം. നമ്മളിപ്പോ കുറെ ഈ കഴിഞ്ഞ വർഷം തന്നെ തോന്നുന്നു, ഉത്തരേന്ത്യയിലെ ഒരു ടീച്ചർ ഒരു കുട്ടിയെ ചെരുപ്പൊക്കെ എടുത്ത് അടിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കർണാടകയിലും അതേപോലെ തന്നെ ബാക്കിയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ തന്നെയാണ് മറ്റേ താഴ്ന്ന ജാതിക്കാരെന്ന് മുദ്ര കുത്തിയിട്ട് ചില കുട്ടികളെ മെസ്സിന്ന് ഭക്ഷണം കഴിക്കാൻ അനുവദിക്കാതെ സെപ്പറേറ്റ് ഇരുത്തി നേരത്തെ ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കുന്ന സംവിധാനമാണ് നമ്മൾ കാണുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഈ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രീതിയിലുള്ള ജാതി ചിന്തകൾ മറ്റൊക്കെ മാറ്റി അവർ കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള, കൂടുതൽ മെച്ചൂരിറ്റി ഉള്ള കുട്ടികളാക്കി, സിറ്റിസൺസ് ആക്കി, പൗരന്മാരാക്കി അവരെ മാറ്റുകയാണ് നമ്മുടെ ഉദ്ദേശമെങ്കിലും പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റം, എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, അതിന് കഴിയാതെ പരാജയപ്പെട്ടു പോകുന്നതായിട്ട് നമുക്ക് കാണാം. Education is the key to resolving social tensions. It can promote peace, justice and social harmony. നമുക്കറിയാം വിദ്യാഭ്യാസം ശരിക്ക് സമാധാനത്തെയും നീതിയെയും സാമൂഹികമായ ഐക്യത്തെയും ഒക്കെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഡെലോറസ് കമ്മീഷൻ ഒക്കെ പറയുന്നുണ്ട്, എഡ്യൂക്കേഷൻ ഇസ് ദ ഇൻഡിസ്പെൻസിബിൾ അസറ്റ് ഫോർ ഹ്യൂമാനിറ്റി. മനുഷ്യനിക്ക് ഒരിക്കലും വിഭജിച്ചെടുക്കാൻ കഴിയാത്ത, എടുത്തു മാറ്റാൻ കഴിയാത്ത ഒരു അസറ്റാണ്, സ്വത്താണ് വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നുണ്ട്. എഡ്യൂക്കേഷൻ ഹെൽപ്പ് അഡ്രസ് മേജർ ടെൻഷൻസ് ഓഫ് 21st സെഞ്ചുറി. നമ്മളിപ്പോ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാൻ, അത് പരിഹരിക്കാൻ നമുക്ക് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു കോണ്ടക്സ്റ്റിൽ ഞാൻ ഒരു പ്രമുഖനായിട്ടുള്ള ഫിലോസഫറുടെ ഒരു കോട്ടിങ് ഓർത്തു പോവുകയാണ്. എഡ്യൂക്കേഷൻ ഇസ് ദ പ്രോസസ് that can convert a little barbarian into gentle intelligent. ഒരു അപരിഷ്കൃതനായ, ഒരു തീരെ സിവിൽ സെൻസ് ഇല്ലാത്ത ഒരു വ്യക്തിയെ പോലും സിവിക് സെൻസ് ഉള്ള ഒരു പരിഷ്കൃതനായ വ്യക്തിയാക്കി മാറ്റാൻ കഴിയുന്ന ഒരു പ്രതിഭാസമാണ് വിദ്യാഭ്യാസം എന്നുള്ളത്, അല്ലെ? അപ്പൊ ഇപ്പൊ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട സോഷ്യൽ ടെൻഷൻസ് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു, ഇപ്പൊ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടെൻഷൻസിനൊക്കെ വിദ്യാഭ്യാസമാണ് മറുമരുന്ന് അല്ലെങ്കിൽ നമ്മുടെ പരിഹാരം എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പ്രയാസങ്ങൾ? ടെൻഷൻ ബിറ്റ്വീൻ ഗ്ലോബൽ ആൻഡ് ലോക്കൽ ഐഡന്റിറ്റീസ്. നമുക്ക് ആഗോളപരമായിട്ടുള്ള സാമൂഹികപരമായിട്ടുള്ള ഐഡന്റിറ്റീസ് ഉണ്ടെന്നുണ്ട് വ്യത്യാസം, പ്രശ്നങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഈ ഗ്ലോബൽ ഐഡന്റിറ്റി അല്ലെങ്കിൽ ലോക്കൽ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റേസ്, അതേപോലെ വംശം, മതങ്ങൾ, അതേപോലെ പല പല രീതിയിലുള്ള സെക്ടറുകൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ ഇവർക്കിടയിലുള്ള ടെൻഷൻ നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ടെൻഷൻ ബിറ്റ്വീൻ ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി. ആധുനികതയെ മോഡേണിറ്റിയെ സ്വീകരിക്കണോ അല്ല ട്രഡീഷൻ നമ്മുടെ പാരമ്പര്യത്തെ പുൽകണോ എന്നൊരു ടെൻഷൻ നിലനിൽക്കുന്നുണ്ട്. ഏതൊരു വളർന്നു വരുന്ന പുതിയ തലമുറയുള്ള കുട്ടികൾക്കുമുള്ള ഒരു ടെൻഷനാണത്. നമ്മള് ഉപ്പമാരെ പോലെ എന്ത് ചെയ്യണോ, അവരുടെ പാതയിലേക്ക് പോകണോ അല്ല മോഡേൺ ആയിട്ട് ജീവിക്കണോ എന്നൊരു പ്രധാനപ്പെട്ട ഒരു ആശയം നമുക്ക് നിലനിൽക്കുന്നുണ്ട്. ടെൻഷൻ ബിറ്റ്വീൻ കോമ്പറ്റീഷൻ ആൻഡ് ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. മത്സര ബുദ്ധിയും അതേപോലെ എല്ലാവർക്കും തുല്യമായ അവസരങ്ങൾ നൽകണമെന്നൊരു ആശയക്കുഴപ്പം. എല്ലാവർക്കും തുല്യാവസരം ഒരുക്കിയാൽ വേണം, എന്നാൽ മത്സരം കൂടുതലുമാണ്. ഈ രീതിയിലുള്ള ടെൻഷൻസും നമുക്ക് നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ടെൻഷൻ ബിറ്റ്വീൻ സ്പിരിച്വൽ വാല്യൂസ് ആൻഡ് മെറ്റീരിയൽ പെർസ്യൂട്ട്സ്. ഭൗതികമായിട്ടുള്ള സുഖസന്തോഷങ്ങൾ തേടി പോകണോ അല്ല ആത്മീയമായ സന്തോഷങ്ങളാണോ പ്രിഫർ കൊടുക്കേണ്ടത്? ഈ രീതിയിൽ പല രീതിയിലുള്ള ടെൻഷൻസ് നമുക്ക് അഭിമുഖീകരിക്കുന്നുണ്ടെന്നർത്ഥം. ഏതായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ടെൻഷൻസിനൊക്കെ മറുമരുന്നായിട്ട് വിദ്യാഭ്യാസത്തെ ഉപയോഗിക്കാൻ പറ്റും. എഡ്യൂക്കേഷൻ ക്യാൻ ക്രിയേറ്റ് സോഷ്യൽ കോൺഷ്യസ്നസ്. നമുക്കൊരു സാമൂഹികമായ ബോധവൽക്കരണം, ഒരു ബോധമുണ്ടാക്കിയെടുക്കാൻ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് സാധിക്കും. നമുക്ക് മതത്തിന്റെ പേരിലുള്ള അല്ലെങ്കിൽ ജാതിയുടെ പേരിലുള്ള അല്ലെങ്കിൽ സമ്പത്തിന്റെ പേരിലുള്ള വിഭജനങ്ങളൊക്കെ മറികടക്കാൻ സാധിക്കാൻ നമുക്ക് വിദ്യാഭ്യാസത്തിലൂടെയാണ്. നിങ്ങൾക്ക് KR നാരായണൻ അറിയോ? KR നാരായണൻ കേട്ടുപരിചയമുള്ള ആൾക്കാരുണ്ടോ? അറിയില്ല. ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി അല്ലേ? രാഷ്ട്രപതി. ഇപ്പൊ മലയാളിയായ രാഷ്ട്രപതിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. സ്കൂളിൽ അദ്ദേഹം പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട്
ഇതെന്ന് സാർ ഒരു ക്ലാസ്സിൽ ചോദിക്കുകയാണ്, ഓരോരുത്തരോട് നിങ്ങൾക്ക് വലുതാവുമ്പോൾ എന്താവാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചു. ഓരോരുത്തരും ഇങ്ങനെ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്നൊക്കെ മറുപടി പറഞ്ഞു. അവസാനം നമ്മുടെ KR നാരായണനോട് ചോദിക്കുമ്പോൾ, സാറിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, എനിക്ക് കുട്ടന്റെ വീട്ടിലെ പട്ടിയായാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ എന്താ വെച്ചാല് ഇദ്ദേഹം വളർന്നാത്തത് ഒരു സാമ്പത്തികമായി തീരെ പ്രിവിലേജഡ് അല്ലാത്ത, ദാരിദ്ര്യം കൊടികുത്തിയ അല്ലെങ്കിൽ അൺടച്ചബിൾ ആയിട്ടൊന്നും പരിഗണിക്കപ്പെട്ടിരുന്ന, സാമൂഹികമായി എല്ലാവരും അകറ്റി നിർത്തിയിരുന്ന ഫാമിലിയിൽ നിന്നായിരുന്നു കുട്ടൻ KR നാരായണൻ വന്നത്. എന്നാൽ ഇദ്ദേഹത്തിന് സഹപാഠിയായ കുട്ടൻ, ഇയാൾക്ക് KR നാരായണന് അന്ന് ഭക്ഷിക്കാൻ ഒരു 3 നേരം ഭക്ഷിക്കാൻ ഭക്ഷണം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇദ്ദേഹം നോക്കുമ്പോൾ കുട്ടൻ തന്റെ സഹപാഠിയായിട്ടുള്ള സുഹൃത്തായിട്ടുള്ള കുട്ടന്റെ വീട്ടിലെ പട്ടിക്ക് എന്നും യഥേഷ്ടം ഫുഡ് ലഭിക്കുന്നതായി കാണാം. അപ്പൊ ഈ KR നാരായണൻ അന്നത്തെ ഏറ്റവും വലിയ ആഗ്രഹം അവന്റെ വീട്ടിലെ പട്ടിയെങ്കിലും ആയാൽ മതിയായിരുന്നു എന്നാണ്. അപ്പൊ ആ ഒരു ലെവലുള്ള ഒരു മനുഷ്യൻ പിന്നീട് വളർന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രസിഡന്റ് പോലുമായി തീർന്നു. അവിടെ അദ്ദേഹത്തെ അതിന് പ്രാപ്തമാക്കിയ ഒരു കാര്യം എന്നുള്ളത് എഡ്യൂക്കേഷൻ ആയിരുന്നു. നമുക്കറിയാം BR അംബേദ്കർ, ദ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്ന BR അംബേദ്കർ ഇതേപോലെ തന്നെ ദളിത് മുദ്രകുത്തപ്പെട്ട് മാറ്റി നിർത്തിയ സമൂഹത്തിൽ നിന്നായിരുന്നു BR അംബേദ്കറും വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹത്തെ പഠിക്കുന്ന സമയത്തൊക്കെ മാറ്റി നിർത്തിയിരുന്നു സാറന്മാര്. അവിടെ നിന്നും ആ ഒരു ഡിവിഷൻസ്, ആ ഒരു വിഭജനങ്ങളെ അല്ലെങ്കിൽ ആ ഒരു നിരോധനങ്ങളെ മറികടന്ന് ഈ വലിയ രാജ്യത്തിന്റെ, നമ്മുടെ വലിയ രാജ്യത്തിന്റെ ഒരു ഭരണഘടനാ ശില്പിയായി മാറാൻ അദ്ദേഹത്തെ പ്രാപ്തമാക്കിയത് എഡ്യൂക്കേഷൻ ആയിരുന്നു. അതാ പറഞ്ഞത്, നമ്മുടെ വിദ്യാഭ്യാസം എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ജാതിയുടെ മതിൽക്കെട്ടുകളെ അല്ലെങ്കിൽ മതത്തിന്റെ മതിൽക്കെട്ടുകളെ, സാമ്പത്തികമായ രീതിയിലുള്ള മതിൽക്കെട്ടുകളൊക്കെ ഭേദിച്ച് ഒരാൾക്ക് മറികടന്ന് അയാളെ സംസ്കരിച്ചെടുക്കാനും ഉയർത്തിയെടുക്കാനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിദ്യാഭ്യാസത്തിന് സാധിക്കും. വിദ്യാഭ്യാസം ഇക്വിറ്റി, എല്ലാവരെയും തുല്യമായി പരിഗണിക്കണമെന്നും എല്ലാവരെയും ഉൾക്കൊള്ളണമെന്നുമാണ് എന്ത് ചെയ്യുന്നത്, വിദ്യാഭ്യാസം മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത്. അപ്പോ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പരമായ ലക്ഷ്യം അതാണ് എങ്കിലും അത് കൃത്യമായിട്ട് ഈ വാല്യൂസിനെ എല്ലാവരെയും ഉൾക്കൊള്ളാനും എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യാനും എല്ലാവരെയും പരിഗണിക്കാനുമുള്ള ഈ ഒരു ക്വാളിറ്റി, ഈ എഡ്യൂക്കേഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി ഇൻജെക്ട് ചെയ്ത് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ ഏറ്റവും വലിയ ഉത്തരവാദിത്തമുള്ളത് സ്വാഭാവികമായിട്ടും ടീച്ചേഴ്സിനാണ്, അല്ലെ? അപ്പോ നമുക്ക് വെറും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുക എന്നതിനപ്പുറം ആ കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കൃത്യമായ ഒരു ഉത്തരവാദിത്തമുള്ള പൗരനാക്കി മാറ്റാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിന് ഫസ്റ്റ് എന്ത് ചെയ്യണം, ഓരോ അധ്യാപകരും, ടീച്ചേഴ്സ് മസ്റ്റ് ആക്ട് ആസ് റോൾ മോഡൽസ്. ആ സാറന്മാർ അല്ലെങ്കിൽ ആ കുട്ടിയെ പഠിപ്പിക്കുന്ന അധ്യാപകർ ഒരു റോൾ മോഡലായിട്ട് മാറാൻ അവർക്ക് സാധിക്കണം. വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ ഇംപാർട്ടഡ് ബൈ കമ്മിറ്റഡ് ടീച്ചേഴ്സ് ക്യാൻ ട്രാൻസ്ഫോം സൊസൈറ്റി. അപ്പോൾ നമ്മുടെ ഒരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള, നമ്മുടെ മൂല്യങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസ ക്രമത്തിലൂടെ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള അധ്യാപകരുടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സൊസൈറ്റിയെ മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ക്ലിയർ ആയോ? ഈ ഒരു പോർഷൻ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ കുറച്ച് സ്പീഡ് പോകുന്നു. നമുക്ക് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഗമാണ്, യൂണിറ്റ് ആണ്. നെക്സ്റ്റ് യൂണിറ്റിലേക്ക് കടക്കുമ്പോഴാണ് ഫിലോസഫിക്കൽ സ്കൂൾസ് വരുന്നത്, അല്ലെങ്കിൽ ചിന്താധാരകളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്താനുള്ളത്. ഞാന് ബാക്കി എടുക്കട്ടെ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഇനി ഇത്ര നമ്മൾ പറഞ്ഞത് ഈ നമ്മൾ രാജ്യത്ത് അനുഭവിക്കുന്ന സോഷ്യൽ നോട്ട്സ് കിട്ടും. നോട്ട്സ് എന്തായാലും ഉണ്ടാവും കേട്ടോ. നോട്ട്സ് എല്ലാം അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക്. അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞത്, നമ്മൾ വാല്യൂസ് എന്താണെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ മാനേഴ്സ്, സോഷ്യൽ മാനേഴ്സ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. നിലവിൽ നമ്മുടെ രാജ്യത്ത് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, സോഷ്യൽ മാനേഴ്സുകൾ എന്തൊക്കെയാന്ന് പറഞ്ഞു. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞു. അത് പരിഹരിക്കാനുള്ള മാർഗം എഡ്യൂക്കേഷൻ ആണെന്നും പറഞ്ഞു. ഇനി നമ്മൾ പറയണം, സാധാരണ ഈ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വാല്യൂ എഡ്യൂക്കേഷൻ നമ്മൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, അവ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം, രണ്ടും സെയിം ആണോ, എഡ്യൂക്കേഷനും വാല്യൂ എഡ്യൂക്കേഷൻ സെയിം ആണോ, അല്ല എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെയാണ് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. റിലേഷൻ ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് വാല്യൂ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനും അതേപോലെ തന്നെ വാല്യൂ എഡ്യൂക്കേഷൻ തമ്മിലുള്ള ബന്ധം എന്താണ്? നമുക്കറിയാം, നമ്മൾ ഈ പഠിക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ ഉദ്ദേശം എന്നുള്ളത് നമ്മുടെ ബിഹേവിയറലായിട്ടുള്ള മോഡിഫിക്കേഷൻ ആണ്. നമ്മുടെ സ്വഭാവത്തിൽ നമ്മളൊരു ആസ് എ സോഷ്യൽ ബീയിങ്, ഒരു സാമൂഹ്യ ജീവി എന്ന നിലക്ക് നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാവേണ്ട ക്രമീകരണങ്ങൾ വരുത്തുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
വെറും ഒരു ജോലി ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി പൈസ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് പഠിക്കാൻ എന്നതിനപ്പുറം നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ, ഒരു സൊസൈറ്റിയിൽ, ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം എന്ന് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എത്രയേ ഉള്ളൂ, എഡ്യൂക്കേഷൻ എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ബിഹേവിയറൽ മോഡിഫിക്കേഷൻ ആണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു രീതിയിൽ നോക്കുമ്പോൾ വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ബിഹേവിയറൽ മോഡിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഈ വാല്യൂ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മോറൽ എഡ്യൂക്കേഷൻ എന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഒഴിച്ചുകൂടാനാവാത്ത രണ്ട് ഘടകങ്ങളാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പണന്റുകളാണ്. കാരണം നമുക്ക് ബിഹേവിയറൽ മോഡിഫിക്കേഷൻ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, മോറൽ ആയിട്ടുള്ള എഡ്യൂക്കേഷനും വാല്യൂ എഡ്യൂക്കേഷനും അത് കൊടുക്കൽ നിർബന്ധമാണ്, അനിവാര്യമായി വരുന്ന അർത്ഥം. അപ്പോ വാല്യൂ എഡ്യൂക്കേഷൻ ഇല്ലാതെ, വിത്തൗട്ട് വാല്യൂ എയിം ഓഫ് എഡ്യൂക്കേഷൻ ഡെവലപ്പിംഗ് ഗുഡ് ഹ്യൂമൻ ബീങ്സ് കനോട്ട് ബി അച്ചീവ്ഡ്. നമുക്കറിയാം വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം നല്ല മനുഷ്യരെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഉദ്ദേശം നമുക്ക് വാല്യൂ എഡ്യൂക്കേഷൻ. അപ്പോൾ എഡ്യൂക്കേഷൻ കൂടാതെ ഈ എഡ്യൂക്കേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശമായിട്ടുള്ള നല്ല മനുഷ്യരെ സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശം ഒരിക്കലും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല. എന്ന് മാത്രമല്ല, വാല്യൂസ്, മൂല്യങ്ങളെ ഉൾക്കൊള്ളാത്ത വിദ്യാഭ്യാസം കൃത്യമായി വെറും കുറെ തിയറീസ് പഠിച്ചു പോകുന്ന കാര്യമാണ് എങ്കിൽ അത് നമ്മുടെ പർപ്പസ്, നമ്മൾ വിദ്യാഭ്യാസം കൊണ്ടുള്ള പർപ്പസും എന്ത് ചെയ്യുന്നില്ല, ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുന്നില്ല. നമുക്കറിയാം, നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മഹാദുരന്തങ്ങളായിരുന്നു ഹിരോഷിമയും നാഗസാക്കിയും. എല്ലാവരും കേട്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു അല്ലെ. ലിറ്റിൽ ബോയ് എന്നും ഫാറ്റ് മാൻ എന്നും അറിയപ്പെടുന്ന വലിയ നാശങ്ങൾ സംഭവിപ്പിച്ച ഒരു ആറ്റം ബോംബ് വർഷിച്ചുകൊണ്ട് അമേരിക്ക ജപ്പാനിൽ ഉണ്ടാക്കി തീർത്ത വലിയ ദുരന്തങ്ങളാണ്. ഇപ്പോഴും അതിന്റെ പ്രശ്നങ്ങൾ അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം. അപ്പൊ അത് സൃഷ്ടിച്ച അതിന് കാരണക്കാരായ ആൾക്കാർ വലിയ വലിയ സയന്റിസ്റ്റുകളായിരുന്നു. അപ്പൊ അവർക്ക് വലിയ വിദ്യാഭ്യാസത്തിന് കുറവുണ്ടായിരുന്നു? ഇല്ല, അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെതായ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. കാരണം വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ടാണ് അവർ എന്ത് ചെയ്തത്, ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള സൂക്ഷ്മ പരിശോധനകളിലൂടെ, ഗവേഷണങ്ങളിലൂടെ ഇത്രമാത്രം പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. പക്ഷെ അവർക്ക് ഇല്ലാതെ പോയത് എന്തായിരുന്നു? വാല്യൂസ്, അല്ലെ, മാനുഷികമായിട്ടുള്ള കുറെ മൂല്യങ്ങൾ അവർക്ക് ഇല്ലാതെ പോയത് കൊണ്ടാണ് മനുഷ്യനെ കൂട്ടക്കുരുതി നടത്താൻ മാത്രം പ്രാപ്തമായിട്ടുള്ള ബോംബുകൾ ഉണ്ടാക്കിയിട്ട് അതിന് കൂട്ടുനിൽക്കാൻ അവർക്ക് പ്രേരിപ്പിച്ചത്. അവർക്ക് വാല്യൂസ് ഇല്ലാത്തതുകൊണ്ടാണ്. അതാ പറഞ്ഞത്, എഡ്യൂക്കേഷൻ വിത്തൗട്ട് വാല്യൂസ്, ഒരു മൂല്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വിദ്യാഭ്യാസം അത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ പർപ്പസ് ഒരിക്കലും പൂർത്തീകരിക്കാൻ സഹായിക്കുകയില്ല. എന്ന് മാത്രമല്ല, ഒരു വ്യക്തി അറിവുള്ളത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നോളേജ് ഉള്ളത് കൊണ്ട് മാത്രം ആ വ്യക്തിയെ കുറിച്ച് നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അയാൾക്ക് നമ്മുടെ സമൂഹത്തിൽ അപ്രൂവൽ ആയിട്ടുള്ള, സമൂഹത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കുറച്ച് ആറ്റിറ്റ്യൂഡ്സ്, ബിഹേവിയറുകൾ കൂടി എന്ത് ചെയ്യണം, ഇത് നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കണം. ഇല്ല എങ്കിൽ ആ വിദ്യാഭ്യാസത്തെ അവരുടെ ആ കഴിവിനെ കാരണം കൊണ്ട് മാത്രം, നോളേജ് ഉള്ളത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ സ്കില്ലുള്ളത് കൊണ്ട് മാത്രം അയാളെ എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നോളേജ് മാത്രമുള്ള അല്ലെങ്കിൽ സ്കിൽഡ് ആയ വ്യക്തിയെ കുറിച്ച് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം എഡ്യൂക്കേറ്റഡ് ആണെന്ന് ഒരാളെ കുറിച്ച് പറയണമെങ്കിൽ അയാളുടെ തോട്ട്സില്, ഫീലിങ്സില്, ആക്ഷൻസിലൊക്കെ എന്ത് ചെയ്യണം, ആ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്ന വാല്യൂസ്, മൂല്യങ്ങൾ എന്ത് ചെയ്യണം, പ്രകടമായി നമുക്ക് കാണാൻ സാധിക്കണം. അതൊക്കെ അയാൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം. എന്ന് മാത്രമല്ല, വെറുമൊരു ബയോളജിക്കൽ ആയിട്ടുള്ള ജൈവികമായ ഒരു ജീവി എന്നതിനപ്പുറം മനുഷ്യനിക്ക് ഒരു മാനുഷികമായിട്ടുള്ള ഒരു സാമൂഹ്യ ജീവിയായി മാറുമ്പോഴാണ് വിദ്യാഭ്യാസത്തിന് അർത്ഥമുണ്ടാകുന്നത്, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് കാര്യമുണ്ടാകുന്നതെന്ന് പറയുന്നത്. കാളിങ് എ പേഴ്സൺ എഡ്യൂക്കേറ്റഡ് വിത്തൗട്ട് വാല്യൂസ് എ കോൺട്രാഡിക്ഷൻ. ഒരു വ്യക്തിയെക്കുറിച്ച്, വാല്യൂസ് ഇല്ലാത്ത വ്യക്തിയെക്കുറിച്ച് അയാൾ എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറയുന്നത് വലിയൊരു മണ്ടത്തരമാണ്, അല്ലെങ്കിൽ വലിയൊരു കോൺട്രാഡിക്ഷനാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ ഒരു പ്രയോഗം ഉണ്ടല്ലോ, പഠിച്ച കള്ളൻ. വലിയൊരു കോൺട്രാഡിക്ഷൻ അല്ലേ, പഠിക്കുക കള്ളനാവുക. ശരിക്ക് കള്ളനാവാതിരിക്കാനാണ് മനുഷ്യൻ പഠിക്കേണ്ടത്. പക്ഷെ പഠിച്ച കള്ളന പ്രയോഗം പോലും എന്താണ്, ഒരു ഐറണിയാണ്, അല്ലെ, ഒരു വലിയൊരു കോൺട്രാഡിക്ഷൻ ആണ് സംഗതി. ഏതായാലും ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്തിരിക്കണം, എ സെറ്റ് ഓഫ് വാല്യൂസ് ദാറ്റ് ഗൈഡ് തിങ്കിങ്, ഇമോഷൻ ആൻഡ് ആക്ഷൻസ്. അയാളുടെ പ്രവർത്തനങ്ങളെ, അതേപോലെ അയാളുടെ ഇമോഷൻസിനെ, അയാളുടെ ചിന്തകളെ നേരായ വഴിക്ക് നടക്കുന്ന ഒരുപാട് വാല്യൂസ് ആ ഒരു വ്യക്തിയിൽ ഉണ്ടായിരിക്കണം എന്നർത്ഥം. അപ്പോൾ ഈ ഒരു വാല്യൂസ് ഇല്ലാത്ത വിദ്യാഭ്യാസം വെറും ഒരു സാക്ഷരത ആയിട്ട് മാത്രമേ നമുക്ക് പരിഗണിക്കാൻ സാധിക്കൂ, അല്ലെങ്കിൽ ഒരു ന്യൂമറിക്കൽ ആയിട്ടുള്ള എബിലിറ്റി ആയിട്ട് മാത്രമേ അതിനെ പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ എന്നർത്ഥം.
അതോടൊപ്പം തന്നെ പറയാണ് ഇനി ഒരു അതിനൊക്കെ അപ്പുറം ഒരു മനുഷ്യനിക്ക് വാല്യൂസ് ഉണ്ടാവുന്നതിനപ്പുറം വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തിൽ മാത്രമേ സമാധാനപരമായിട്ടുള്ള കോ എക്സിസ്റ്റൻസും സാധ്യമാവുള്ളൂ. നമ്മളെപ്പോഴും സാധാരണ രീതി പറയുന്ന കാര്യമാണ് കേരളം സ്വർഗമാണ് അല്ലെ, കേരള ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, മതസൗഹാർദ്ദം ശക്തമായി നിലനിൽക്കുന്നുണ്ട്, വിദ്യാസാക്ഷരതയുണ്ട്. അപ്പൊ ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ കുറിച്ച് നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയാനുള്ള കാരണം വിദ്യാഭ്യാസം കൂടുതലുള്ളതുകൊണ്ടാണ്. വിദ്യാഭ്യാസം കൂടുതലുള്ളത് എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു കോ എക്സിസ്റ്റൻസ്, സമാധാനപൂർണമായിട്ടുള്ള കോ എക്സിസ്റ്റൻസ് സാധ്യമാവുന്നു. ഇവിടെ മതത്തിന്റെ മതിലുകൾക്കപ്പുറത്ത് അല്ലെങ്കിൽ ജാതിയുടെ മതിലുകൾക്കപ്പുറത്ത് എന്ത് ചെയ്യുന്നു, എല്ലാവരും മനുഷ്യരായിട്ട് പരസ്പരം എന്ത് ചെയ്യുന്നു, ഇടപഴകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ മറ്റു പല സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം, പക്ഷേ അവർക്ക് പീസ്ഫുൾ ആയിട്ടുള്ള കോ എക്സിസ്റ്റൻസ് ചിലപ്പോൾ സാധ്യമായിക്കൊള്ളുന്നില്ല. എന്തേ കാരണം, അവരവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് മതത്തിന്റെയും മറ്റു ജാതിയുടെയും മതിൽക്കെട്ടുകൾ വരുന്നത് കൊണ്ട് അവർക്ക് സാധ്യമാവുന്നില്ല എന്നർത്ഥം. അപ്പോൾ ഹ്യൂമൻ വാല്യൂസ് ബാലൻസ് സെൽഫ് ഇൻട്രസ്റ്റ് വിത്ത് കൺസേൺ ഫോർ അതേഴ്സ്. അപ്പൊ ഈ നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെ പഠിച്ചെടുക്കുന്ന ഈ മൂല്യങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കപ്പുറം മറ്റുള്ളവരോട് കുറിച്ചുള്ള ഒരു ചിന്ത കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിറക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ആലോചിച്ച് നോക്കുക, ഇപ്പൊ വലിയ ബിസിനസ്മാനുമായ ആളുകൾ അവരെന്ത് ചെയ്യുന്നു, ഫോറസ്റ്റ് കയ്യേറിയിട്ട് ആകെ ഡീഫോറസ്റ്റേഷൻ ചെയ്യുകയാണെങ്കിൽ വരുന്ന തലമുറക്ക് ജീവിക്കാൻ ഇവിടെ ഈ ഭൂമിക്ക് എന്ത് ബാക്കിയാവില്ല. അപ്പൊ കുറച്ചൊക്കെ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളായത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്രകൃതി ഇപ്പോഴും അല്പമെങ്കിലും നിലനിന്ന് പോകുന്നത്. അപ്പോൾ മനുഷ്യൻ ഈ രീതിയിൽ വിദ്യാഭ്യാസത്തിലൂടെ നേടിയെടുക്കുന്ന ഹ്യൂമൻ വാല്യൂസ്, മാനസികമായ മൂല്യങ്ങൾ അവരെ എന്ത് ചെയ്യുന്നു, അവന്റെ സെൽഫ് ഇൻട്രസ്റ്റുകൾ, അവന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അപ്പുറം മറ്റുള്ളവരെ കുറിച്ച് കൺസേൺ ആവാൻ അവനെ പ്രേരിപ്പിക്കുന്നുണ്ടെന്നാണ് അതിൽ നമുക്ക് മനസ്സിലാവുന്നത്. ട്രൂ എഡ്യൂക്കേഷൻ എൻഷുവേഴ്സ് ദാറ്റ് പേഴ്സണാലിറ്റി ഗ്രോത്ത് ഡസ് നോട്ട് ഹാം സോഷ്യൽ ഹാർമണി. അപ്പോ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ പേഴ്സണൽ ഗ്രോത്ത്, നമ്മുടെ വ്യക്തിപരമായ ഉയർച്ച ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ സമൂഹത്തിന്റെ സാഹോദര്യത്തെ അല്ലെങ്കിൽ ഹാർമണിയെ ഒരിക്കലും തകർക്കുന്നില്ല എന്നാണ് നമ്മുടെ വിദ്യാഭ്യാസം ഉറപ്പ് വരുത്തുന്നുണ്ടെന്നർത്ഥം. ക്ലിയർ ആയോ? ഇനി എന്തുകൊണ്ടാണ് ഈ വാല്യൂ ഓറിയന്റഡ് എഡ്യൂക്കേഷൻ ആവശ്യമുണ്ടോ, എന്തുകൊണ്ടാണ് അതിന് ആവശ്യകത എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ എഡ്യൂക്കേഷനും വാല്യൂ എഡ്യൂക്കേഷൻ എന്താണെന്ന് പറഞ്ഞു. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുകയാണ്. വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മോറൽ ആയിട്ടുള്ള കാര്യങ്ങളെ കൂടി അല്ലെങ്കിൽ എത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ട് ആ വിദ്യാഭ്യാസത്തെ കുറച്ചുകൂടി അപ്ഡേറ്റ് ചെയ്യുക എന്നാണ് നമ്മൾ മോറൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വാല്യൂ എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതൊക്കെ പറഞ്ഞു. ഇനി നീഡ് ഫോർ വാല്യൂ ഓറിയന്റഡ് എഡ്യൂക്കേഷൻ, ഈ രീതിയിലുള്ള വിദ്യാഭ്യാസത്തിന് ആവശ്യകത എന്താണ്? ഈ പറഞ്ഞ പോലെ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിച്ചു പോയാൽ പോരെ, അല്ലെങ്കിൽ കുറെ തിയറികളും കുറെ ഫാക്റ്റുകളും പഠിച്ചു പോയാൽ പോരെ? എന്തിന് വെറുതെ ഈ അനുകമ്പയെ കുറിച്ചും അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് നമ്മൾ കൺസേൺ ആവേണ്ട ആവശ്യം എന്താണ്, അതിനാവശ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നീഡ് ഫോർ വാല്യൂ ഓറിയന്റഡ് എഡ്യൂക്കേഷൻ, ഈ വാല്യൂ ഓറിയന്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആവശ്യകത എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഇത്രേ ഉള്ളൂ. നമുക്കറിയാം, നമുക്ക് നമ്മുടെ അറിവും നമ്മുടെ പ്രവർത്തനങ്ങളും രണ്ടാണ്. നമുക്കറിയാം എന്ത് ചെയ്യാൻ പാടില്ല, അഴിമതി നടത്താൻ പാടില്ല, അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളെ ധ്വംസിക്കാൻ അല്ലെങ്കിൽ അതിനെ തകർക്കാൻ പാടില്ല എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ നമ്മൾ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും എന്ത് ചെയ്യും, നമുക്ക് അറിയുന്ന മൂല്യങ്ങളെ പോലും നമ്മൾ എന്ത് ചെയ്യും, വകവെക്കാറില്ല. അപ്പോൾ വയലൻസ്, അതേപോലെ ടെററിസം, തെഫ്റ്റ്, കൊറപ്ഷൻ, പൊല്യൂഷൻ ആൻഡ് സീരിയസ് ക്രൈംസ് ത്രട്ടൺ സോഷ്യൽ സ്റ്റെബിലിറ്റി. നമ്മുടെ ഈ ആധുനിക ലോകത്തേക്ക് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ, ഭീകരവാദങ്ങൾ, കൊലപാതകങ്ങൾ, കവർച്ചകൾ, അഴിമതികളൊക്കെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സാമൂഹ്യ സുസ്ഥിരതയെ എന്ത് ചെയ്യുന്നതായി കാണാം, ഭീഷണിപ്പെടുത്തുന്നതായിട്ട് അല്ലെങ്കിൽ അതിനൊരു വെല്ലുവിളി ഉയർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ ഒരു ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സൂചിപ്പിക്കുക നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായിട്ടുള്ള കവർച്ചകൾ അല്ലെങ്കിൽ വ്യാപകമായിട്ടുള്ള അഴിമതികൾ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായിട്ടുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് സൂചിപ്പിക്കുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പരാജയം, നമ്മുടെ സിസ്റ്റം, നമ്മളുടെ വിദ്യാഭ്യാസ സംവിധാനം അല്ലെങ്കിൽ നമ്മൾ കുട്ടികളെ വളർത്തുന്ന രീതി, നമ്മുടെ മക്കളെ വളർത്തുന്ന രീതിയൊക്കെയും ഫെയിലിയർ ആണ് എന്നതാണ് ഇതൊക്കെയും എന്ത് ചെയ്യുന്നത്, സാക്ഷ്യപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അതൊക്കെയും വിളിച്ചോളുന്നത്. അപ്പോ ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തെ ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് സ്കിൽ ഡെവലപ്മെന്റ് മാത്രം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ എഫിഷ്യൻസിയെ കൂട്ടാൻ വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. അയാൾ കുറെ കഴിവുകൾ ഉണ്ടാക്കുക, അയാളെ എഫിഷ്യന്റായി നിലനിർത്തുക എന്നത് മാത്രമാണ് നമ്മുടെ നിലവിലെ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ഏറ്റവും പ്രൈമായിട്ടുള്ള ഫോക്കസായി മാറിയിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല നല്ല പ്രൊഫഷണലുകളെ സൃഷ്ടിക്കുന്നുണ്ട് എങ്കിലും
നല്ല മനുഷ്യരെ സൃഷ്ടിക്കാൻ നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തിന് സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസം ഒരു മോറൽ സെൻസിറ്റീവ് ആയിട്ടുള്ള, എമ്പതി ഉള്ള, അല്ലെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാക്കിയെടുക്കുന്ന കാര്യത്തിൽ വളരെ പരാജയമാണ്. ആ കാര്യത്തിൽ ഒരു വളരെ പിന്നോക്ക അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇപ്പൊ നമ്മുടെ പുതിയ എഡ്യൂക്കേഷണൽ പോളിസി 1986 കേട്ടോ, അത് ഞാൻ ബൈ മിസ്റ്റേക്ക് നിങ്ങളുടെ ഡിഗ്രി ടെക്സ്റ്റ് അപ്ഡേറ്റഡ് അല്ലാത്തതുകൊണ്ടാണ്. അതിനുശേഷം 2020 എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയ എഡ്യൂക്കേഷണൽ പോളിസി വന്നിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെയും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു വിദ്യാഭ്യാസത്തിന്റെ പരമമായ ലക്ഷ്യം അത് കുറെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ കുറെ സ്കില്ല് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നതിനപ്പുറം അവർക്ക് മോറൽ സെൻസിറ്റീവ് ആയിട്ടുള്ള, കുറച്ചൊക്കെ എമ്പതി ഉള്ള, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള കുട്ടികളെ വാർത്തെടുക്കുക കൂടിയാണ് എഡ്യൂക്കേഷന്റെ ഉദ്ദേശം. എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പുതിയ എഡ്യൂക്കേഷണൽ പോളിസി വിദ്യാഭ്യാസ നയം തിരിച്ചറിയുകയും നമ്മുടെ വാല്യൂ ഓറിയന്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനെ നമ്മുടെ വിദ്യാഭ്യാസ ക്രമത്തിലേക്ക്, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് ഉൾപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യപ്പെടണം, ഈ വാല്യൂ എഡ്യൂക്കേഷൻ സാധനം, വാല്യൂസ് എന്ത് ചെയ്യുന്നത് ഓപ്ഷണൽ ആയിട്ട് പഠിക്കാനുള്ള രീതിയാക്കാതെ ഏറ്റവും സെൻട്രൽ ആയിട്ട് തന്നെ മാറണമെന്നാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പറഞ്ഞു വെക്കുന്നത്. എഡ്യൂക്കേഷൻ മസ്റ്റ് ബി ഹോളിസ്റ്റിക്, നോട്ട് ലിമിറ്റഡ് ടു ഏണിംഗ് എ ലെവലിഹുഡ്. ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒന്നായിരിക്കണം വിദ്യാഭ്യാസം. അല്ലാതെ വെറുമൊരു ലൈവ്ലിഹുഡ്, ഒരു ജീവിതോപാധി നേടിയെടുക്കുന്ന മാത്രം സഹായിക്കുന്ന സാധനം മാത്രമായി വിദ്യാഭ്യാസം മാറാൻ പാടുള്ളതല്ല എന്നർത്ഥം. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊറപ്ഷൻ ഇൻ ഇന്ത്യൻ സൊസൈറ്റി എക്സിസ്റ്റ് അറ്റ് ഓൾ ലെവൽസ്. ഏതൊക്കെ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ മേഖലയിലും, ഇന്ത്യൻ സൊസൈറ്റി എല്ലാ മേഖലയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഴിമതി നിറഞ്ഞു നിൽക്കുന്നതായി കാണാൻ പറ്റും. റിലേറ്റീവ്ലി കേരളത്തിൽ കുറവാണെന്നാണ് പറയാറ്, എന്നാലും എന്ത് ചെയ്യുന്നുണ്ട്, ഉള്ളിലൊക്കെ ഉണ്ട്. എൻ്റെ തന്നെ ഒരു അനുഭവത്തിൽ ഞാൻ ഒരു ആസാമിൽ കുറച്ചുകാലം വർക്ക് ചെയ്തിരുന്നു. ആ സമയത്ത് ഒരു കലോത്സവവുമായി ബന്ധപ്പെട്ട് കുട്ടികളെ ഞങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോയ സമയത്ത് സ്റ്റുഡൻസ് കൺസെഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിന് അവിടുത്തെ മെയിൻ ഓഫീസിലേക്ക് ഞങ്ങൾ പോയി. എൻ്റെ കൂടെ എൻ്റെ സ്ഥാപനത്തിലുണ്ടായിരുന്ന പ്രിൻസിപ്പൾ, അവിടെ 12 വർഷമൊക്കെ ആയിട്ട് 10 വർഷത്തിലധികമായിട്ട് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ക്ലിയറായി സന്തോഷത്തോടെ അപ്പോൾ ആ കൺസെഷൻ കിട്ടിയപ്പോൾ എൻ്റെ കൂടെ വന്ന പ്രിൻസിപ്പൾ നേരെ എടുത്തൊരു 500-ന്റെ നോട്ട് ഈ ഓഫീസർക്ക് നീട്ടി. അപ്പൊ എനിക്കൊരു ഷോക്കിംഗ് ആയിരുന്നു. 500 നോട്ടൊക്കെ എന്തിനാ ഓഫീസർ, കൈക്കൂലി കൊടുക്കാൻ എനിക്ക് മനസ്സിലായി, പക്ഷെ ആ ഉദ്യോഗസ്ഥൻ അത് വാങ്ങിയില്ല. അപ്പൊ ഞങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങിയ ശേഷം കുട്ടിയോട് എന്ത് പണിയാ കാണിച്ചത്, എന്തിനാ കൈക്കൂലിയൊക്കെ കൊടുക്കാൻ നിൽക്കുന്നു ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു യാഥാർത്ഥ്യം പറഞ്ഞാൽ, ഇദ്ദേഹത്തിന്റെ 10 വർഷത്തെ അവിടുത്തെ സർവീസിനിടക്ക് ആദ്യമായിട്ടായിരുന്നു ഒരു ഗവൺമെന്റ് എംപ്ലോയി ഒരാവശ്യത്തിന് പോയപ്പോ കൈക്കൂലി വാങ്ങാതെ ഒരു സർവീസ് ചെയ്ത് കൊടുത്തത് ആദ്യമായിട്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഏതായാലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൊറപ്ഷൻ വ്യാപകമായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഗ്രീഡ് ഫോർ വെൽത്ത് ഹാസ് ക്രോസ് റേഷണൽ ലിമിറ്റ്സ്. നമ്മുടെ പണത്തിനോടുള്ള, സമ്പത്തിനോടുള്ള ആർത്തി എന്നിരുന്ന എല്ലാ അതിർത്തികളെയും ലംഘിച്ച് കടന്നു പോയിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ ഒരു കോട്ടിങ് നമ്മൾ സാന്ദർഭികമായി ഓർത്തു പോവുകയാണ് അല്ലെ, ഇന്ത്യയിൽ എല്ലാവരുടെയും ആവശ്യത്തിന് നീഡിനുള്ളതുണ്ട്, പക്ഷെ നിങ്ങളുടെ ആർത്തിക്കുള്ളതൊന്നും ഇല്ല എന്ന് മഹാത്മാഗാന്ധി പറയുന്നുണ്ട്. ഏതായാലും നമ്മുടെ രാജ്യത്തെ എത്തിക്കൽ കൺസിഡറേഷൻസ്, അതേപോലെ തന്നെ ഗ്രീഡ്, അതേപോലെ കൊറപ്ഷൻ എന്നൊക്കെ വളരെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് എത്തിക്കൽ കൺസിഡറേഷൻ നെഗ്ലക്ട് ചെയ്യപ്പെട്ട് കൊണ്ടിരിക്കുകയാണ്. ഈവൻ നമ്മുടെ ബേസിക് ആയിട്ട് നമ്മുടെ ലഭിക്കേണ്ട ചികിത്സയ്ക്ക് നമ്മൾ സമീപിക്കുന്ന ഡോക്ടേഴ്സ് പോലും അഡ്വാൻസ് പേയ്മെന്റ് ഇല്ല എങ്കിൽ, മുൻകൂട്ടി പൈസ അടക്കുന്നില്ല എങ്കിൽ ചികിത്സ പോലും നിഷേധിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഏതായാലും ഈ എല്ലാ പോലീസ് ആയിക്കോട്ടെ, ലോയേഴ്സ് ആയിക്കോട്ടെ, ഏത് ഗ്രീഡ് മീൻ അത്യാർത്ഥി. അപ്പൊ ഏത് മേഖലയിൽ നോക്കിക്കഴിഞ്ഞാലും, ഏത് ഫീൽഡ് എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവിടെയൊക്കെ കൊറപ്റ്റഡ് ആയിട്ടും അവിടെയൊക്കെ ഒരു പൊല്യൂട്ടഡ് ആയിട്ടും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്, നമ്മുടെ വിദ്യാഭ്യാസ ക്രമം വളരെ ഫെയിലിയർ ആണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ദർ ഈസ് സംതിങ് വി ആർ മിസ്സിങ് ഇൻ അവർ സിസ്റ്റം. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്തോ ഒന്ന് മിസ് ആയി പോകുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്. ഒരു മിനിറ്റ്, എൻ്റെ ലാപ്പ് ഒന്ന് ഓഫായി പോയിട്ടുണ്ട്.
ഇതിന് 1 മിനിറ്റ് ഇപ്പൊ റെഡി ആവട്ടെ. 1 മിനിറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താ പറയാ, ഇപ്പൊ എല്ലാ രീതിയിലും അല്ലെ, നമ്മൾ ഫുഡ് ഐറ്റംസ് ആയിക്കോട്ടെ, എല്ലാ രീതിയിലും നമ്മളിപ്പോ കൊറപ്റ്റഡ് ആൻഡ് പൊല്യൂട്ടഡ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വെജിറ്റബിൾസിൽ കെമിക്കൽസിന്റെ അംശങ്ങളുണ്ട്, കീടനാശിനികൾ ഉപയോഗിക്കുന്നു, അപകടകരമായ കീടനാശിനികൾ ഉപയോഗിക്കപ്പെടുന്നു. എല്ലാ രീതിക്ക് നോക്കുമ്പോഴും നമ്മുടെ ഒരു ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കൊറപ്ഷൻ അല്ലെങ്കിൽ പൊല്യൂഷൻ കടന്നുകൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് സച്ച് പ്രാക്ടീസസ് ഷോ മോറൽ ഡീകേ ഇൻ സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിലുള്ള ധാർമ്മികമായിട്ടുള്ള അപജയം ഒരു പ്രശ്നമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. കൊറപ്റ്റ് ഇൻഡിവിജ്വൽസ് ഓഫൺ എസ്കേപ്പ് പണിഷ്മെന്റ്. അതിനേക്കാൾ ഭീകരമായ ഒരു യാഥാർത്ഥ്യമാണ് ഇത്തരത്തിൽ കൊറപ്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ, അഴിമതി നടത്തുന്ന വ്യക്തികൾ എന്ത് ചെയ്യപ്പെടുന്നു, ശിക്ഷ ലഭിക്കാതെ രക്ഷപ്പെട്ടു പോകുന്നതാണ് മനസ്സിലാകുന്നത്. എന്ന് മാത്രമല്ല, ഇനി കേസായിട്ട് ഇതിൽ തന്നെയോ അവിടെയും കൈക്കൂലി അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട് ഇൻവെസ്റ്റിഗേഷൻസ് എന്ത് ചെയ്യപ്പെടുന്നു, അട്ടിമറിക്കപ്പെടുന്നതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഇതിനൊക്കെ പ്രശ്നം എന്താണ്, ഇത്തരത്തിലുള്ള ഈ മോറൽ ഡീകേ, അപ്പൊ ഈ ധാർമ്മികമായിട്ടുള്ള അപജയം കാരണം എന്ത് നഷ്ടമാണ് നമ്മുടെ രാജ്യത്തിന് ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്തിന്റെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അല്ലെ, മാനുഷിക വികസന സൂചികയിൽ അതൊരു രാജ്യത്തിന് എത്രമാത്രം ഡെവലപ്ഡ് ആയിട്ടെന്ന് സൂചിപ്പിക്കാനുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്നുള്ളത്. അപ്പൊ ഈ ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഈ UNDP, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം, അവർ നടത്തിയ സർവേ പ്രകാരം 196 രാജ്യങ്ങൾ സർവേ നടത്തിയപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് കാര്യത്തിൽ 134ാമത്തെ സ്ഥാനത്താണ് നമ്മുടെ ഇന്ത്യ നിലനിൽക്കുന്നത്. അപ്പൊ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, എത്തിക്കൽ ഗവർണൻസ് ഒക്കെ വളരെ വീക്കാണ് അല്ലെങ്കിൽ പുവറാണ് എന്നാണ് അതൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കാരണം തന്നെ നമ്മുടെ രാജ്യത്ത് എന്താ ആവശ്യമുണ്ട്, നമ്മുടെ എഡ്യൂക്കേഷനെ കുറച്ചുകൂടി പുനഃക്രമീകരണം നടത്തേണ്ട, റീഅസസ്മെന്റ് ചെയ്യേണ്ട ഒരു ആവശ്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ നമ്മുടെ ഈ നിലവിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം, അത് നമുക്കൊരു എൻലൈറ്റ്മെന്റ് അല്ലെങ്കിൽ നമുക്കൊരു ബോധോദയം ഉണ്ടാക്കാൻ മാത്രം പ്രാപ്തമാണോ മനസ്സിനോടും ചോദിക്കുകയാണെന്നുണ്ട്. അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ടോ, നമുക്ക് നീതിയോടൊപ്പം നിൽക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ പരിഗണിക്കാൻ വേണ്ടിയുള്ള ഒരു കൺസേൺ നമുക്കൊരു തോന്നൽ തരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് നിലവിലെ വിദ്യാഭ്യാസം ഇത്തരത്തിലുള്ള ചിന്തകൾ ലഭിക്കുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസത്തിലേക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്, വാല്യൂ എഡ്യൂക്കേഷനെ കൂടെ എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്, കടത്തി വെക്കേണ്ട ആവശ്യമുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും നമ്മുടെ മനസ്സിലെ ഏറ്റവും ദുഷിച്ച കുറച്ച് ചിന്തകളാണ് ഹാട്രഡ്, ബിഗോട്ടറി, ഫനറ്റിസം, ഗ്രീഡ്, ജലസി. ഇതൊക്കെ എന്ത് ചെയ്യണമെങ്കിൽ മാറ്റിയെടുക്കണമെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ എഡ്യൂക്കേഷൻ എന്തുകൂടി വേണം, ഒരു വാല്യൂ എഡ്യൂക്കേഷൻ കൂടി കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. നമ്മുടെ ടൈം ഓവർ ആയിട്ടുണ്ട്, സ്ലൈഡും തീർന്നിട്ടുണ്ട്. ലവ് ആൻഡ് കമ്പാഷൻ, കെയർ ആൻഡ് ചാരിറ്റി, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കോപ്പറേഷൻ, ദീസ് വാല്യൂസ് ആർ എസെൻഷ്യൽ ഫോർ ഡെവലപ്പിംഗ് ഗ്ലോബൽ കോൺഷ്യസ്നസ് ആൻഡ് ഹാർമണി. നമ്മുടെ ഏറ്റവും ഈ സോഷ്യൽ ഹാർമണിയൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യപ്പെടണം, ലവ്, കമ്പാഷൻ, കെയർ, ചാരിറ്റി തുടങ്ങിയ വാല്യൂസിനെ നമ്മൾ എഡ്യൂക്കേഷന്റെ കൂടെ ഇന്റഗ്രേറ്റഡ് ആയിട്ട് കൊണ്ട് നൽകാൻ നമുക്ക് സാധിക്കണം. നമ്മളിപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഐ തിങ്ക് ഇറ്റ് ഈസ് ബെറ്റർ ടു വൈൻഡ് അപ്പ് ഹിയർ ആൻഡ് ഓൾമോസ്റ്റ് റെലവൻറ്റ് പോയിന്റ്സ് ആർ ഓൾസോ ക്ലിയർ. നമുക്കിനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചെയ്യാം, ക്ലിയർ ചെയ്യാം. ക്ലാസ് അവസാനിപ്പിക്കല്ലേ അനീഫ് സാറേ? രണ്ട് മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ,
സ്ലൈഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർത്തിക്കളി, അതല്ല ഇനി അത് ഒരു 1-2 സ്ലൈഡ് ഉണ്ടെങ്കിൽ ഫിനിഷ് ചെയ്യുക, അതായിരിക്കും നല്ലത്. കാരണം പിന്നെയും നമ്മൾ ഇതിനു വേണ്ടി ഇത് ഒരു യൂണിറ്റ് കഴിയോ ഒന്നത്തോടെ, അതോ പകുതിയായിട്ടുള്ളൂ? കഴിഞ്ഞ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞ് ചെറിയ ബാക്കി 10 മിനിറ്റ് ഒന്ന് സൈലന്റ് ആക്കും, മറ്റേത് സംസാരിക്കുക, അതായത് 5 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുന്നെങ്കിൽ ഫിനിഷ് ചെയ്യലായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അടുത്തൊരു ക്ലാസ് തുടങ്ങുമ്പോൾ അതിൽ തുടക്കത്തിൽ ബാക്കി പറയേണ്ടി വരില്ലേ? നിങ്ങളെ സൗകര്യം പോലെ കേട്ടോ. നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ലെഫ്റ്റ് ആയാലും ബാക്കിയുള്ളവർക്ക് കാണാം. എത്ര മിനിറ്റ് വേണ്ടി വരും? എന്നാ പിന്നെ നമുക്ക് ഇനി നെക്സ്റ്റ് ഒരു സബ് ഹെഡിങ് കൂടി ബാക്കിയുള്ളൂ. നമുക്ക് ടീച്ചേഴ്സ്, ഈ വാല്യൂ എഡ്യൂക്കേഷനിൽ അധ്യാപകരുടെ പങ്ക് എന്താണ്, ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ ആക്ടിവിറ്റീസ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂസിനെ ഇൻജെക്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് 2 സബ് ഹെഡിങ് കൂടിയുള്ളൂ. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കവർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ടൈം ഓവർ ആവും. ഓൺലൈൻ ക്ലാസ് 1 മണിക്കൂറിലധികം പോകുന്നത് ഒരു ഭംഗിയായി തോന്നുന്നില്ല. താങ്ക് യു. കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. 2 മൈക്ക് ഉണ്ടാവുമ്പോൾ ഒന്ന് സൈലന്റ് ആക്കി കഴിഞ്ഞാൽ കേൾക്കാൻ സൗകര്യം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നല്ല അടിപൊളിയായ ക്ലാസ് ആയിരുന്നു. ഞാൻ വേറെ ക്ലാസ്സിലായതുകൊണ്ട് മുഴുവൻ കേൾക്കാൻ പറ്റില്ല, കേട്ടോടത്തോളം നല്ല സൂപ്പർ ആയിരുന്നു, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനി ആരെങ്കിലും ഈ കോഴ്സിന് ചേരാൻ, ഇങ്ങനെയുള്ള പല പല മൊഡ്യൂളുകൾ ഓരോ ഫാക്കൽറ്റീസ് ആണ് കൈകാര്യം ചെയ്യുക, താല്പര്യമുള്ളവർ രജിസ്റ്റർ ചെയ്യുക. ആദ്യം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് നമ്മൾ ഓഫർ പ്രൈസിൽ കിട്ടുന്നതായിരിക്കും, പിന്നെ നോർമൽ ഫീ കൊടുക്കേണ്ടി വരും. നാളെ നമുക്ക് ക്ലാസ് ഉണ്ട്. നാളെ നമുക്ക് ഡാറ്റാ സയൻസ് ആണുള്ളത്. ഡാറ്റാ സയൻസ് അറിയാം, ഇപ്പോഴത്തെ ഏറ്റവും ഡിമാൻഡഡ് ആയ ഒരു ടോപ്പിക്കുമാണ്. മാത്രമല്ല ഫാക്കൽറ്റീസ് വളരെ കുറവാണ്. നമുക്ക് MBA ചെയ്യുന്ന ഒരു ഫാക്കൽറ്റിയാണ് ഡാറ്റാ സയൻസ് ക്ലാസ് എടുക്കുന്നത്. നാളെ 8 മണിക്ക് തുടങ്ങണം. നിങ്ങളുടെയൊക്കെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു, ക്ഷണിക്കുന്നു. സാർ, താങ്ക്സ് എ ലോട്ട്. പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഇൻകോൾ മെസ്സേജിലോ അല്ലെങ്കിൽ മൈക്ക് ഓൺ ആക്കിയിട്ട് ചോദിച്ചാലും മതി. അതെ. ഈ ഒരു മൊഡ്യൂള് എന്ന് പറഞ്ഞാലേ ഇപ്പോൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വളരെ പെരിഫറലായിട്ടാണ് പോകുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ വാല്യൂ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട തോട്ട്സ്, ഫിലോസഫിക്കൽ സ്കൂൾസ് പരിചയപ്പെടുത്തും. ഫസ്റ്റത്തെ ഭാഗം നമുക്ക് സ്പീഡ് പറഞ്ഞു പോകാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അത്ര സ്പീഡ് പറയുന്നത്. ഓക്കെ, മൊത്തത്തിൽ നമ്മൾ ഒരു യൂണിറ്റിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ സ്ലൈഡിൽ കാണിക്കും, അതിലൊരു ഓവറോൾ വ്യൂ കൊടുക്കും, എന്നിട്ട് നോട്ട്സിലായിരിക്കും ഉണ്ടാക്കുക. സിംപ്ലിഫൈഡ് നോട്ട് കൊടുക്കണം വേണ്ട. ഇഗ്നോയുടെ മെറ്റീരിയൽ വായിച്ചാൽ കുട്ടികൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയുന്നവർക്ക് എളുപ്പമായിരിക്കും, അല്ലാത്തവർ സ്ട്രഗിൾ ചെയ്യും, കാരണം അത് മനസ്സിലാക്കിയെടുക്കാൻ പ്രയാസമായിരിക്കും. അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള നോട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ട്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ഒരു മെറ്റീരിയൽ വായിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് പഠിക്കാൻ പോകുമ്പോൾ നമ്മുടെ ക്ലാസ് കേട്ടിട്ട് പോകുമ്പോൾ ഒരു ഓവറോൾ ഐഡിയ ഉണ്ടാവും, എന്താണ് ഇതിൽ പറയുന്നത്, എന്തൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ക്ലാസ് വെക്കുന്നത്. അപ്പോൾ എല്ലാ പോയിന്റിലേക്കും പോകണമെന്നില്ല, പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കവർ ചെയ്യുക. അത് പ്ലസ് ഇനി നമ്മൾ എക്സാം ആവുന്ന സമയത്ത് ഇതിനെ ഒന്നുകൂടി ഷോർട്ട് ആക്കിയിട്ട് വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം ഡിസ്കസ് ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ക്ലാസ് കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കുട്ടികളുടെ അഭിപ്രായങ്ങളൊക്കെ സ്വീകരിക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ക്ലാസ് കൃത്യമായി തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ എല്ലാ യൂണിറ്റിൻ്റെയും എല്ലാ മൊഡ്യൂളിൻ്റെയും ഫസ്റ്റ് യൂണിറ്റ് ഒരു ഡെമോ എന്ന രീതിയിൽ ക്ലാസ് എങ്ങനെ ഉണ്ടായിരിക്കും, ഏത് രീതിയിലാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുള്ളതെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നാളത്തെ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. സ്പെഷ്യലി ഇന്നത്തെ ഫാക്കൽറ്റിയായ മുഹമ്മദ് ദുൽഫിക്കാർ സാറിനും നന്ദി രേഖപ്പെടുത്തുന്നു. വണ്ടർഫുൾ ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. ഫീ നമ്മൾ ഡാറ്റാ സയൻസിന് മാത്രം 1250 വരുന്നു. ബാക്കിയുള്ളതിനൊക്കെ 1000 വരുന്നത്. പക്ഷെ ആദ്യത്തെ 10 പേർക്ക് ഓരോ മൊഡ്യൂളിലും ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 10 പേർക്ക് 25% ഡിസ്കൗണ്ട് ഉണ്ട്. അഥവാ 750 രൂപ കൊടുത്താൽ മതി നിങ്ങൾ. ഇപ്പോൾ ഈ വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു മൊഡ്യൂളിന് നമ്മുടെ ഫീസ് 1000 ആണ്. എന്തായാലും ഓരോ യൂണിറ്റിനും ഒരു ക്ലാസ് ഉണ്ടായിരിക്കും. അതിൻ്റെ നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. മാത്രമല്ല ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 10 പേർക്ക് എക്സാം ആകുന്ന സമയത്ത് ഒരു എക്സാം ഫോക്കസ്ഡ് ക്ലാസ് ഉണ്ടാവും. എക്സാം ഫോക്കസ് ക്ലാസ്സിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇഗ്നോയിൽ നിങ്ങൾ കുറേ പഠിച്ചു എന്നതുകൊണ്ട് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിക്കൊള്ളുന്നില്ല, എന്നാൽ കുറേ എഴുതി എന്നൊന്നും കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ ആവർത്തിച്ച ചോദ്യങ്ങൾ അതിനെ പിൻ പോയിന്റ് ചെയ്തിട്ട് ഉത്തരങ്ങൾ എന്ന രീതിയിൽ പോയിന്റ് ആയിട്ട് പഠിക്കണം. എന്നാൽ മെറ്റീരിയൽ വായിക്കുന്ന മെറ്റീരിയലിനെ കുറിച്ച് ഓരോ ഐഡിയ ഉള്ള ഒരാൾക്ക് ഇതിന് ഉത്തരം എഴുതാനും പറ്റുള്ളൂ. നമ്മളൊക്കെ എക്സ്പീരിയൻസിൽ അങ്ങനെ തോന്നി. അതുകൊണ്ട്
അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഫസ്റ്റ് പേയ്മെന്റ് കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് ഏത് മൊഡ്യൂളാണോ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അത് മാത്രം പേ ചെയ്താൽ മതി. അങ്ങനെ പേയ്മെന്റ് കിട്ടിയ ആൾക്കാരെ വെച്ചുകൊണ്ട് നമ്മൾ ജനുവരി 5-10 ആകുമ്പോൾ അവർക്ക് മാത്രമായിരിക്കും ക്ലാസ് ഉണ്ടാകുക. ഇപ്പൊ നമ്മൾ ജനുവരി പബ്ലിക്കിൽ ക്ലാസ് കേട്ടോട്ടെന്ന് എഴുതിയിട്ട്. ഓക്കെ, താങ്ക് യു. ഡൗട്ട് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇന്നത്തെ ക്ലാസ് റിക്കാർഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ശരി, താങ്ക്സ്.